12 സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് 62 റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മെയ് 16-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 3 പരിപാടികൾ റദ്ദാക്കിയിരുന്നു. ഇക്കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് മന്ത്രിമാർ തമ്മിലുള്ള അതൃപ്തിയെ തുടർന്നാണ് മുഖ്യമന്ത്രി ചടങ്ങ് ഒഴിവാക്കിയത് എന്ന തരത്തിൽ വാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വിളിച്ച പുനരവലോകന യോഗം, സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പരിപാടി എന്നിവയാണ് മെയ് 16-ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന പരിപാടികൾ. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് 3 പരിപാടിയും ഒഴിവാക്കുകയായിരുന്നു. ഇക്കാര്യം വിവിധ മാധ്യമങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറിയത്. സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാരായ എം.ബി. രാജേഷും മുഹമ്മദ് റിയാസും തമ്മിൽ ഭിന്നതയുണ്ടെന്നും മന്ത്രി എം.ബി. രാജേഷ് മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം. മാധ്യമങ്ങളുടെ ഈ പ്രചരണം അസംബന്ധമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ മുഖ്യമന്ത്രിയുമായോ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റപ്പെടുത്തി. 3 പരിപാടിയാണ് മുഖ്യമന്ത്രി ഒഴിവാക്കിയതെങ്കിലും ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിലാണ് മാധ്യമങ്ങൾക്ക് ആശങ്കയുണ്ടായത് എന്നതും ആശ്ചര്യമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.